ഹായ് ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജിബിൻ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ഇന്ന് നമ്മൾ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. രണ്ട് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന 1500-2000 വാട്ട്സിന് ഇടയിൽ നമുക്ക് ലോഡ് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന 3 പാനലുകൾ വെച്ചിട്ടുള്ള 4 മുതൽ 5 ബെഡ്റൂം വരെയുള്ള വീടുകളിൽ ഹെവി ലോഡുകൾ ഒഴികെ, അതായത് വലിയ 1 HP മുകളിലുള്ള പമ്പുകൾ, 1 ടണ്ണിന് മുകളിലുള്ള AC ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒഴികെ വീട്ടിലുള്ള ഒരു 90% ലോഡുകളും ഈസി ആയിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ 24/7 എന്നുള്ള രീതിയിൽ വീട്ടിൽ ഫുൾ ടൈം പവർ കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ നല്ലൊരു ബാക്കപ്പ് സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 2 ബാറ്ററി ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ എന്തായാലും ചെയ്തിരിക്കുന്നത് 200 AHന്റെ 2 ബാറ്ററികൾ വെച്ചിട്ട് 540 വാട്ട്സിൻ്റെ 3 സോളാർ പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 1500-1600 വാട്ട്സോളം സോളാർ പാനൽ കണക്ട് ചെയ്ത് നമുക്കൊരു 1800-2000 വാട്ട്സ് വരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന 24 വോൾട്ടിൻ്റെ ഒരു സോളാർ കോമ്പാറ്റബിൾ ഇൻവെർട്ടറും, അതുപോലെ തന്നെ നല്ലൊരു 60 ആംപിയറിൻ്റെ ഒരു MPPTയും വെച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 ബാറ്ററി സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തെ പറ്റി വിശദമായിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഈ രീതിയിൽ ഷീറ്റഡ് റൂഫിന് മുകളിൽ 3 ഹാഫ് കട്ട് മോണോപ്പർക്ക് സോളാർ പാനൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ പാനൽസും 540 വാട്ട്സ് ആണ്. ഇവിടെ നമ്മൾ 2-3 സ്റ്റേജസ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലോട്ട് എത്തിയിരിക്കുന്നത്. അതായത് ആദ്യമേ നമ്മളൊരു സിംഗിൾ പാനൽ വെച്ചൊരു 1 kV സിസ്റ്റം ആയിരുന്നു. പിന്നീട് വീട്ടിൽ റൂഫിങ് ചെയ്ത സമയത്ത് നമ്മൾ ആ പാനലെടുത്ത് മുകളിലേക്ക് വെച്ച ശേഷം സ്ട്രക്ചർ ചെയ്തിരിക്കുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ സ്ട്രക്ചർ ചെയ്തിട്ട് വീണ്ടും ഒരു വർഷത്തോളമൊക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ വീണ്ടും 2 പാനലിലൂടെയൊക്കെ ആഡ് ചെയ്ത് സിസ്റ്റത്തിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഒരു 3 kV കപ്പാസിറ്റിയിലോട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ഉള്ളത് 200 AHന്റെ 2 സീറ്റൻ സോളാർ ബാറ്ററികളും ഹാഫ് കട്ട് മോണോപ്പർക്ക് 3 സോളാർ പാനൽസും ഉണ്ട്. അതുപോലെ തന്നെ ഒരു 2000 വാട്ട്സ് വരെയൊക്കെ പീക്ക് ലോഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു സോളാർ കോമ്പാറ്റബിൾ ഇൻവെർട്ടറും 60 ആംപിയറിൻ്റെ ഒരു MPPT ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു സാധാരണ വീട്ടിൽ അല്ലെങ്കിൽ ഒരു 2000-3000 രൂപയ്ക്ക് മുകളിലൊക്കെ ബില്ല് വരുന്ന ഒരു വീടിനെ സംബന്ധിച്ച് ഹെവി ലോഡുകൾ ഒഴികെ ബാക്കി എല്ലാ ഒരു 90% ലോഡുകൾ ഇത്തരത്തിലുള്ള സിസ്റ്റത്തിൽ നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. നമുക്കിവിടെ ഒരു പാനലിന് 1.5 യൂണിറ്റ് എന്നുള്ള രീതിയിൽ ആവറേജ് കണക്ക് കൂട്ടാം. അങ്ങനെ കൂട്ടിയാൽ നമുക്കൊരു 4 യൂണിറ്റിന് മുകളിൽ ഉറപ്പായിട്ടും ഡെയിലി പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതാണ്. പിന്നെ നമുക്ക് ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്, നമ്മുടെ ഉപയോഗം പോലെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഉണ്ടാവുക. എന്നാലും നമുക്ക് ഫുൾ ടൈം വീട്ടിൽ പവർ സപ്ലൈ ഉണ്ടാവും. നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയയാണ്, വീടിൻ്റെ ഏറ്റവും ടോപ്പ് പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് തണലോ മറ്റ് പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. നമ്മൾ അത്യാവശ്യം നല്ല പറ്റുന്ന രീതിയിലുള്ള ഒരു ഹെവി ലാഡർ അല്ലെങ്കിൽ വാക്കോയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് പാനൽ ക്ലീൻ ചെയ്യാനും അത്യാവശ്യം പാനലിൻ്റെ മെയിൻ്റനൻസുകളൊക്കെ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ സിംഗിൾ സ്ട്രിങ് ആയിട്ട് DC കേബിളുകൾ ഉപയോഗിച്ചുകൊണ്ട് താഴത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇവിടെ ഒരു 16 ആംപിയറിൻ്റെ DC MCV, അതുപോലെ തന്നെ ഒരു 60 ആംപിയറിൻ്റെ ആശാ പവറിൻ്റെ സൂര്യ 60 HV എന്ന് പറയുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മോഡലാണ് MPPT ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 60 ആംപിയർ മാക്സിമം ചാർജിങ് കപ്പാസിറ്റി ഉള്ള MPPTയിൽ നമുക്ക് 1800 വാട്ട്സ് വരെ, അതായത് 165 വോൾട്ട് VOC സപ്പോർട്ട് ചെയ്യും. 3 പാനലുകൾ വരെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഇത് കോൺഫിഗർ ചെയ്യുന്നതിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി പഴയ വീഡിയോസ് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു 24 വോൾട്ട് MPPT മോഡലാണ്. ഇതിൻ്റെ കോൺഫിഗറേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൽ നമുക്ക് 1100 വാട്ട്സ് വരെ പാനൽ കണക്ട് ചെയ്യാം. 120 വോൾട്ട് VOC സപ്പോർട്ട് ചെയ്യും. 24 വോൾട്ടിൽ 165 വോൾട്ട് വരെ 3 പാനൽ വരെ സീരീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ 100 VOC ആണ് ഉപയോഗിക്കുന്നത്. 2 പാനലിൻ്റെ 2 സ്ട്രിങ് ആയിട്ടാണ് നമുക്ക് 2300 വാട്ട്സ് വരെ ഈ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഈ MPPTയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലാണിത്. നമുക്ക് 12/24 ഓട്ടോ സെലക്ട് ആണ് ഈ MPPT വരുന്നത്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡലാണ്. എന്തായാലും നമ്മളിവിടെ 3 പാനലുകളാണ് കണക്ട് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 3 പാനലുകളും സിംഗിൾ സ്ട്രിങ്ങിൽ സീരീസ് ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ നമ്മളൊരു 24 വോൾട്ടിൻ്റെ ഒരു അസംബിൾഡ് 5 ഇഞ്ച് ട്രാൻസ്ഫോമറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹെവി ടൈപ്പ് ഇൻവെർട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഇൻവെർട്ടറിൽ നമുക്ക് ഏകദേശം 1800 വാട്ട്സ് വരെയൊക്കെ പീക്ക് ലോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മളൊരു ഓവറോൾ കപ്പാസിറ്റി 2.5 മുതൽ 3 kV വരെയൊക്കെ നമുക്ക് പറയാവുന്ന ഒരു ഇൻവെർട്ടറാണിത്. ഇത് നമ്മൾ ലോക്കലി അസംബിൾ ചെയ്യുന്ന ഒരു ഇൻവെർട്ടറാണ്. മിഡിയുടെയൊക്കെ ബോർഡ് വെച്ച് നല്ല ക്വാളിറ്റിയിൽ ചെയ്തെടുക്കുന്ന ഒരു അസംബിൾഡ് ഇൻവെർട്ടറാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഇത് സോളാർ കോമ്പാറ്റബിൾ ആണ്. സോളാർ കോമ്പാറ്റബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് KCB ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ പോലെ തന്നെ ഇൻവെർട്ടർ ഓൺ ഓഫ് സ്വിച്ച് ഇടത് സൈഡിൽ കാണാം. അതുപോലെ UPS മോഡ് സെലക്ട് ചെയ്യാനായിട്ടുള്ള സ്വിച്ച് സെൻറ്ററിലുണ്ട്. ഇപ്പോൾ നമുക്ക് KCB ചാർജിങ് മഴക്കാലങ്ങളൊക്കെ ഒന്ന് ഓണാക്കി കൊടുക്കണമെങ്കിൽ അത് ഓണാക്കാൻ പറ്റും. അല്ലാത്ത സമയത്ത് സോളാർ ചാർജിങ് തന്നെ ഇട്ടാൽ പൂർണ്ണമായിട്ടും സോളാറിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ 200 AHന് 2 സീറ്റൻ സോളാർ ബാറ്ററികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുൻപ് പറഞ്ഞ പോലെ തന്നെ 2 സ്റ്റേജുകളായിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഏകദേശം 1.5 വർഷം പഴക്കമുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈസ്റ്റ്മാൻ്റെ 200 AH ബാറ്ററി കാണാം. കൂടാതെ കസ്റ്റമർ ഒരു യൂസ്ഡ് ബാറ്ററി നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയുണ്ടായി. അത് ആണ് ഇപ്പോൾ എക്സൈഡിൻ്റെ കാണുന്നത്. ഈ 2 ബാറ്ററികൾ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് 24 വോൾട്ടിലാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ബാറ്ററി
ബാറ്ററികൾ രണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് രണ്ടും നല്ല കണ്ടീഷനിലാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് നല്ലൊരു ബാക്കപ്പ് സൊല്യൂഷൻ വേണം. നമ്മുടെ ഹെവി ലോഡുകൾ ഒഴികെ ബാക്കി വീട്ടിലെ കംപ്ലീറ്റ് ലോഡുകൾ കറണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. എന്നാൽ അതിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആവശ്യമായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ കറണ്ട് ബില്ല് അധികം വരാൻ പാടില്ല. ഒരു ഫുൾ ടൈം പവർ ബാക്കപ്പ്, നല്ലൊരു ബാക്കപ്പ് സൊല്യൂഷൻ എന്നുള്ള രീതിയിലൊക്കെയാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള 2 ബാറ്ററി സിസ്റ്റംസ് വളരെ ആപ്റ്റായിട്ടാണ് അങ്ങനെയുള്ളവർക്ക്. കൂടാതെ നമ്മുടെ ടോട്ടൽ കറണ്ട് ബില്ലിൽ നല്ല ഡെയിലി ഒരു 10 യൂണിറ്റ് കൺസംഷൻ ഉള്ള ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് KSEBിയിൽ നിന്ന് എടുക്കുന്ന കറണ്ട് 5 യൂണിറ്റായിട്ട് കുറയ്ക്കാൻ പറ്റും. കാരണം ബാക്കി 5 യൂണിറ്റ് നമ്മുടെ ഈ ഓഫ് ഗ്രിഡിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വലിയ സോളാർ ഓൺ ഗ്രിഡ് പ്ലാന്റ് ചെയ്തവർക്ക് ഇത്തരത്തിലുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് വളരെ അനുയോജ്യമാണ്. കാരണം നമുക്കറിയാം മന്ത്ലി കൺസംഷൻ 500 യൂണിറ്റിന് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബില്ലിംഗ് തീർച്ചയായിട്ടും TOD ബില്ലിംഗ്, അതായത് ടൈം ഓഫ് ദ ഡേ ബില്ലിങ്ങിലോട്ട് വരും. അതായത് വൈകുന്നേരം 6 മുതൽ 10 വരെ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് വേറെ ചാർജ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ഉണ്ടെങ്കിൽ ബാറ്ററിയിൽ നിന്ന് ഉപയോഗിക്കാം. അത് നോർമൽ ഇൻവെർട്ടർ ആണെങ്കിൽ നമുക്ക് KSB സപ്ലൈ ഓഫ് ചെയ്തിട്ട് ബാറ്ററി ബാക്കപ്പിൽ ഉപയോഗിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ പകൽ സമയത്ത് ആണെങ്കിൽ പോലും നമ്മുടെ പകൽ സമയത്തുള്ള ലോഡുകളും ബാറ്ററി ചാർജിങ്ങും എല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും ഈ ഇത്തരത്തിലുള്ള ചെറിയൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 4-5 യൂണിറ്റ് നമ്മുടെ ടോട്ടൽ കൺസംഷനിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. അതിലൂടെ ഒരുപക്ഷെ ചിലപ്പം നമുക്ക് മാസത്തിൽ 500 യൂണിറ്റ് KSEB കൺസംഷൻ എന്നുള്ളത് ചിലപ്പോൾ മാറിയേക്കാം. KSEB മീറ്ററിൽ നിന്ന് അല്ലെങ്കിൽ മീറ്ററിൽ റീഡ് ചെയ്യുന്ന യൂണിറ്റിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് നമ്മളെ സഹായിക്കും. അപ്പോൾ വലിയ ഹെവി യൂസേജ് ഉള്ളവർക്കും അതുപോലെ തന്നെ ഒരു നോർമൽ യൂസ് ഉള്ളവർക്കൊക്കെ ഒരുപോലെ ഉപകാരപ്രദമാണ് ഇത്തരത്തിലുള്ള ചെറിയ ഓഫ് ഗ്രിഡ് സിസ്റ്റംസ്. അതുപോലെ തന്നെ നമുക്കൊരു പവർ ഇൻഡിപെൻഡൻസ് അവിടെ കിട്ടുകയും ചെയ്യും. ഓൺ ഗ്രിഡ് സിസ്റ്റംസ് ആകുമ്പോൾ നമുക്കറിയാം KSEB ലൈൻ ഫെയിലിയർ ആവുകയോ അല്ലെങ്കിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസോ ഫ്രീക്വൻസി വേരിയേഷൻസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇൻവെർട്ടർ സേഫ്റ്റി മോഡിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രൊഡക്ഷൻ നടക്കില്ല. ഈ ഒരു സിസ്റ്റത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളൊരു വലിയ ഹെവി ലൈറ്റ്നിങ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇൻവെർട്ടർ അൺപ്ലഗ് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയ കംപ്ലൈൻറ്റുകളൊന്നും അങ്ങനെ നല്ല ഇൻവെർട്ടറുകളൊന്നും വരാറില്ല. സോളാർ ഇൻസ്റ്റലേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സോളാർ പവർ പ്ലാന്റുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിരവധി ഇൻഫർമേഷൻസ് JK സോളാർ സൊല്യൂഷൻസ് എന്നുള്ള ചാനൽ അവൈലബിൾ ആണ്. ഓഫ് ഗ്രിഡ്, ഓൺ ഗ്രിഡ്, ഹൈബ്രിഡ് സിസ്റ്റംസിനെ പറ്റി വളരെ വിശദമായ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഒന്ന് എടുത്ത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കപ്പ് സൊല്യൂഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് JK സോളാർ സൊല്യൂഷൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലിലുള്ള വീഡിയോസും മറ്റ് വീഡിയോസ് എടുത്ത് കാണുകയും ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു സോളാർ റിലേറ്റഡ് അല്ലെങ്കിൽ സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ ആയിട്ട് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.